അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ബ്രാഞ്ച് കോഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് കുറച്ച് അൽഗോരിതമാണ്. നമുക്കിനി കുറച്ച് അൽഗോരിതം കൂടെ ഈ മൊഡ്യൂളുള്ളൂ. അതോടെ ഈ മൊഡ്യൂൾ തീരും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു അൽഗോരിതം പഠിക്കാനുണ്ട്, ക്രുസ്കൽസ് അൽഗോരിതം. ഈ അൽഗോരിതം പഠിക്കുന്നതിന് മുന്നേ മിനിമം സ്പാനിങ് ട്രീയുടെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? മിനിമം വെയിറ്റ് ഉള്ള ഒരു സ്പാനിങ് ട്രീനെയാണ് മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് ദ മിനിമം സ്പാനിങ് ട്രീ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് യൂസിങ് എന്താണ് ക്രുസ്കൽസ് അൽഗോരിതം അല്ലെങ്കിൽ പ്രിംസ് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടായിരിക്കും ഈ അൽഗോരിതം ചോദിക്കുന്നത്. ഇത് നമ്മുടെ എസ് ക്വസ്റ്റ്യനിലൊക്കെ വരുന്നതാണ്. ക്രുസ്കൽസ് അല്ലെങ്കിൽ പ്രിംസ് അങ്ങനെ കുറച്ച് അൽഗോരിതം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അൽഗോരിതം നോക്കാം. അതിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്രുസ്കൽസ് അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഡെലീറ്റ് ദ ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഗ്രാഫിൽ എന്താണ്? ലൂപ്പോ പാരലൽ എഡ്ജോ ഇല്ല. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ ഒരു പാരലൽ എഡ്ജ് ഉണ്ട്. ഇതിന് ഒരു വാല്യൂ ഞാൻ 9 കൊടുക്കുകയെന്ന് വെച്ചോ. ലൂപ്പോ പാരലൽ എഡ്ജോ ഉണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എൻ്റെ കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഡിലീറ്റ് ദ വൺ വിത്ത് ഹയർ കോസ്റ്റ്. ഹയർ വാല്യൂ ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു ലൂപ്പേ ഉള്ളൂ, ഞാൻ ഈ ലൂപ്പിനെ ഡിലീറ്റ് ചെയ്തു. ഈ പാരലൽ എഡ്ജൊക്കെ എടുക്കുമ്പോഴേ 1 ആണോ 9 ആണോ വലുത്? 9 അല്ലേ വലുത്. ഹയർ വാല്യൂ ഉള്ളതിനെ ഡിലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആരെ ഡിലീറ്റ് ആക്കാം? ഈ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യാം. അപ്പം ബാക്കി എൻ്റെ ഫിഗർ എന്താണ്? പഴയ എൻ്റെ ഫിഗർ തന്നെ കിട്ടിയല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കേ. അറേഞ്ച് ദ എഡ്ജ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓർ വെയിറ്റ് അല്ലേ. അതായത് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഡ്ജസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടുന്ന് തുടങ്ങാം. നോക്ക്, ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ് ഇവിടെ. അപ്പോൾ V1 V2 ആദ്യം. അപ്പോൾ V1 V2 ആദ്യം എടുക്കുക, കാരണം അതിൻ്റെ വാല്യൂ 1 അല്ലേ. ഇനി ഞാൻ ആരെ പറയാം? ഇനി 1 വരുന്ന ആർക്കാണ്? V1 V4ന് 1 അല്ലേ. അപ്പോൾ ഞാൻ V1 V4 എഴുതി. വാല്യൂ 1 ആണ് ഉണ്ട്, വെയിറ്റ് 1 ആയതുകൊണ്ട്. ഇനി 2 വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. 2 വരുന്നത് V2 V3 ഉണ്ട്. അപ്പോൾ V2 V3 എഴുതി. അതെത്രയാണ്? 2 ആണ്. പിന്നെ നോക്കിക്കേ, V3 V4 ഉണ്ടല്ലേ. V3 V4 ഉണ്ട്, അതും 2 ആണ്. 2ൻ്റെ കഴിഞ്ഞോ? വേറെ 2 ഒന്നുമില്ല. ഇനി അടുത്ത വലിയ വാല്യൂ ഏതാ? 3 അല്ലേ. 3 ഏതൊക്കെയുണ്ട്? V1 V6ന് 3 അല്ലേ. അപ്പോൾ V1 V6ന് 3 ആണ്. പിന്നെ ആരുണ്ട്? V6 V5ന് 3 അല്ലേ. V6 V5ന് 3 ആണ്. പിന്നെ 3 കഴിഞ്ഞല്ലേ. ഇനി ഏതാ വലിയ വാല്യൂ? 3നെ കാട്ടി 4 അല്ലേ. 4 എവിടെ കൊണ്ട് നോക്കിക്കേ. V1 V3ക്ക് 4 ഉണ്ട്. V1 V3ക്ക് 4 ഉണ്ട്. പിന്നെ വേറെ ആർക്കാ 4 ഉള്ളത്? V2 V5ന് 4 ഉണ്ടല്ലേ. V2 V5ന് 4 ഉണ്ട്. പിന്നെ 4 കഴിഞ്ഞു. 5 ഉണ്ടോ? 5 ഉണ്ട്. V4 V6ന് 5 ഉണ്ട്. V4 V6ന് 5 ആണ്. പിന്നെ ആരാണ്? 5 കഴിഞ്ഞു. ഇനി 6 ഉണ്ടോ? 6 ഇവിടെ ഉണ്ട്. V4 V5 എന്തുണ്ട്? 6 ഉണ്ടല്ലേ. അപ്പം ഇതാണ് ആ ഇൻക്രീസിങ് ഓർഡറിൽ ഞാൻ വെയിറ്റിനെ ഇപ്പോൾ അറേഞ്ച് ചെയ്തു. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെലക്ട് വിത്ത് ദ എഡ്ജ് വിത്ത് മിനിമം വെയിറ്റ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ ട്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യത്തെ മിനിമം വെയിറ്റ് ഉള്ള ആരാണ്? V1 V2. അതിനെ ഞാൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം V1 V2നെ ഇതേ ഞാൻ വരച്ചു. ഇതാണ് എൻ്റെ V1, ഇതെൻ്റെ V2. പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലേ, ഇഫ് മോർ ദാൻ 1 എഡ്ജ് ആണെങ്കിൽ ഹാസ് സെയിം മിനിമം കോസ്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യണം. ഇത് രണ്ടിലും സെയിം ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടിനും സെയിം, എനിക്ക് ഏത് വേണമെങ്കിലും ആദ്യം സെലക്ട് ചെയ്യാം. ആദ്യം V1 V2 സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ V1 V4 സെലക്ട് ചെയ്യാം. പിന്നെന്താണ് പറയുന്നത്? സെലക്ട് ദ നെക്സ്റ്റ് എഡ്ജ് വിത്ത് മിനിമം വെയിറ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫോം എ സൈക്കിൾ വിത്ത് എഡ്ജ് സെലക്റ്റഡ്. ഇപ്പോൾ ഞാൻ ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ ഇത് സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഞാൻ V1 V4 എനിക്ക് എടുക്കാം, കാരണം അതൊരു സൈക്കിൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ V1 V4 വരയ്ക്കുകയാണ്. അപ്പോൾ V1 ഇതെന്താണ്? എൻ്റെ V4 ആണ്. ഒരു സൈക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ എനിക്ക് അടുത്തത് എടുക്കാം. ഒരു സൈക്കിൾ ഇവിടെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ, കാരണം രണ്ടിനും എന്താണ്? സെയിം വാല്യൂ ആണ്. അതുകൊണ്ടൊരു സൈക്കിൾ വല്ലതും ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് എടുക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനി എന്താണ്? ഈ പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി.
അപ്പം ഇത് ഞാൻ എടുത്തു, ഇത് ഞാൻ എടുത്തു. ഇനി V2 V3 എടുക്കാം. V2 V3 എടുക്കുമ്പോൾ എന്തെങ്കിലും സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇല്ലല്ലോ, കാരണം V3 ഇവിടെ അല്ലേ കിടക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ എന്തെടുത്തു? V3 എടുത്തു. ഇനി നോക്കിക്കേ, അപ്പോൾ ഇതും ഞാൻ എടുത്തു. V3 V4 എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്താ? ഇത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറി? ഒരു സൈക്കിളായി മാറി. കണ്ടോ, രണ്ടിനും സെയിം വാല്യൂ. ഞാനിപ്പോൾ ആദ്യം ഇതെടുത്തു. എനിക്ക് വേണമെങ്കിൽ ഇതല്ല, വേണമെങ്കിൽ ഇതെടുക്കാം. ആദ്യം V4 V3 ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ ആവാതെ കിടന്നേനെ. അപ്പം ഞാൻ ഇതാദ്യം എടുത്തു. ഇനി ഇത് ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ എന്താ? ഇത് ഞാൻ ജോയിൻ ആക്കി കഴിഞ്ഞാൽ ഇതൊരു സൈക്കിളായി മാറി. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതെടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത നോക്കിയടാ, ഞാൻ ഇവിടെ ഒരു എഡ്ജിന് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു, V1 V5 കേട്ടോ. അതിനെയും കൂടെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യല്ലേ. V1 V5 ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ എത്രയാണ്? 3. നോക്കിക്കേ, 3 ഉള്ള എത്ര പേരുണ്ട്? V1 V5 ഉണ്ട്, V1 V6 ഉണ്ട്, V6 V5 ഉണ്ട്. ആദ്യം ഞാൻ V1 V5 തന്നെ എടുക്കാം. V1 നിന്ന് എനിക്ക് V5ലേക്ക് പോകണം. തടസ്സമൊന്നുമില്ലല്ലേ, കാരണം അതായത് ഒരു സൈക്കിളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് V1 നിന്ന് V5ലേക്ക് പോയി. അപ്പം ഞാൻ ഇതെടുത്തു. ഇനി V1 V6 എടുക്കാമോ? V1 നിന്ന് V6 അതും ഞാൻ എടുത്തു. ഇനി V6 V5ഉം V5ഉം ജോയിൻ ചെയ്തതാണ്ടേ ഇവിടെ ഒരു സൈക്കിളായി. അതുകൊണ്ട് എനിക്കിതെടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ V1 V3 എടുക്കുകയാണ്. V1ഉം V3 ഇത് ജോയിൻ ചെയ്താലും എന്താവും? അവിടെ എനിക്കൊരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുമോ അല്ലേ? അപ്പോൾ എനിക്ക് അതും എടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ V2 V5 ജോയിൻ ചെയ്താലും അവിടെ ഒരു സൈക്കിൾ വരുവാണ്. എനിക്കത് എടുക്കാൻ പറ്റില്ല. V4ഉം V6 ജോയിൻ ചെയ്താലും സൈക്കിൾ വരും. അപ്പോൾ പറ്റത്തില്ല. പിന്നെ V4ഉം V5ഉം ഞാൻ ജോയിൻ ചെയ്യാം. ഇതും പറ്റില്ല, കാരണം എന്താണ്? അവിടെയും ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതും പറ്റത്തില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ട്രീ എന്ന് പറയുന്നത്. ഇപ്പം കിട്ടിയില്ലേ, ഇതാണ് എൻ്റെ മിനിമം സ്പാനിങ് ട്രീ. ഇതൊരു സ്പാനിങ് ട്രീ അല്ലേ, കണ്ടോ? സൈക്കിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്, കണക്റ്റഡും ആണ്. മിനിമം സ്പാനിങ് ട്രീ ആണ്. കാരണം എന്താണ്? നമ്മളിവിടെ കണ്ടോ, ചെറിയ വെയിറ്റിൽ നിന്ന് വലിയ വെയിറ്റിലേക്കാണല്ലോ എഴുതിയേക്കുന്നത്. അതിൽ നിന്ന് മിനിമം വെയിറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മിനിമം വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V1 V2ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. V1 V4ൻ്റെതോ അതും 1 ആണ്. V2 V3യുടേത് 2 ആണ്. V1 V5ൻ്റെത് 3 ആണ്. V1 V6ൻ്റെത് 3 ആണ്. ഇപ്പം എല്ലാം ആയില്ലേ? 3 + 3 6 7 8 9 10. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 + 1 + 2 + 3 + 3 = എത്ര കിട്ടും? 10 ആയിരിക്കും ഈ ഗ്രാഫിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ വെയിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രുസ്കൽസ് അൽഗോരിതം. ഒന്നുമില്ല, സെൽഫ് ലൂപ്പോ പാരലൽ എഡ്ജസ് വരുവാണെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ട്. പാരലൽ എഡ്ജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. ഏറ്റവും ഹയർ കോസ്റ്റ് ഉള്ളത് വേണം ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 9 ആയിരുന്നെങ്കിലോ ഇത് ഡിലീറ്റ് ആവും. ഇതാണ് ഇപ്പോൾ സ്മോളറെങ്കിൽ ഇത് എടുത്തേനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിലെ എഡ്ജസിനെല്ലാം ഇതേപടി എന്ത് ചെയ്യണം? ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതണം. എന്നിട്ട് ഞാൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. ഓരോന്നെടുത്ത് വരയ്ക്കണം. ഇപ്പം ഞാൻ ഒരെണ്ണം വരച്ചു. അടുത്തത് വരയ്ക്കുമ്പം അവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ എടുക്കാൻ പാടില്ല. അതിനെ ക്യാൻസലാക്കിയിട്ട് അടുത്തതിലേക്ക് പോകണം. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു സ്പാനിങ് ട്രീ കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് ക്രുസ്കൽസ് അൽഗോരിതം. നിങ്ങൾ ഈ അൽഗോരിതം പഠിക്കണമെന്നില്ല, സ്റ്റെപ്പ് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ട് ഫൈൻഡ് ദ മിനിമൽ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് പ്രിംസ് അൽഗോരിതമാണ്. ഈ ക്രുസ്കൽസ് അൽഗോരിതം ആയാലും പ്രിംസ് അൽഗോരിതം ആയാലും ജോലി എന്താണ്? മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കി, ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെയിം ആണ്. ലൂപ്പും പാരലൽ എഡ്ജും ഉണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാം. ഇവിടുത്തെ ലൂപ്പ് ഏതാണ്? ഇതൊരു ലൂപ്പാണല്ലേ. അപ്പോൾ എനിക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. പാരലൽ എഡ്ജ് നോക്കിയാൽ 6 ഉണ്ട് 9 ഉണ്ട്. ഹയർ കോസ്റ്റ് ഉള്ളതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഹയർ കോസ്റ്റ് ആർക്കാണ്? 9 ആണ്. അപ്പം ഇതിനെ എനിക്ക് റിമൂവ് ചെയ്യാം. ഇനി എന്താണ്? സ്റ്റാർട്ട് വിത്ത് എനി ആർബിറ്ററി വെർട്ടെക്സ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ ട്രീ. ഏത് വെർട്ടെക്സ് ഏത് വേണമെങ്കിലും എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യട്ടോ. എനിക്കിതിൽ ഏത് വേണമെങ്കിലും ആദ്യം എടുക്കാം. അപ്പോൾ എന്താണ്? എനിക്ക് ഏത് വെർട്ടെക്സിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ വേണ്ട ഇവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇന്ന് ഞാൻ എങ്ങോട്ടേക്ക് പോയി? ഇന്ന് ഞാൻ എയിലേക്ക് പോകുന്ന പോലെ സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ചെക്ക് ഓൾ ദി എഡ്ജസ് കമ്മിങ് ടു ദിസ് വെർട്ടെക്സ് ആൻഡ് സെലക്ട് ദി എഡ്ജ് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ ട്രീ അല്ലേ. ഓക്കെ, എയിലേക്ക് വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? 3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്.
അല്ലേ? പിന്നെ ഏതാ ഉള്ളത്? 8. അപ്പോൾ ഏതൊക്കെയാണ്? 6 ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ ഏറ്റവും മിനിമം ആരാണ്? 3 അല്ലേ? അപ്പം അതിനെ ഞാൻ ട്രീയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എയിന്ന് സിയിലോട്ട് എന്തുണ്ട്? 3 ഉണ്ടല്ലേ? ഇവിടെ എന്തായിരുന്നു? 7 ആയിരുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എഗെയിൻ ചെക്ക് ഓൾ ദി എഡ്ജസ് കമ്മിങ് ഔട്ട് ഓഫ് ഓൾ ദി വെർട്ടീസസ് ആൻഡ് സെലക്ട് ദി എഡ്ജ് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ ട്രീ എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ 2 വെർട്ടക്സിൻ്റെ എടുത്തു. ഇനി ഞാൻ എന്താണോ അടുത്ത ഇപ്പോൾ സി വന്നല്ലേ, സി വരുമ്പോഴത്തേക്ക് ഏതൊക്കെ എഡ്ജ് വരുന്നുണ്ട്? വേറെ 4ഉം വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു 3 വരുന്നുണ്ട്. ഈ 3 ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞല്ലോ, അപ്പോൾ അതിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട. പിന്നെ മുമ്പത്തെ ആരുണ്ട്? 8ഉം ഉണ്ട്, ഇവിടുത്തെ 6ഉം ഉണ്ട്. എഗെയിൻ ചെക്ക് ഓൾ ദി എഡ്ജസ് കമ്മിങ് ഔട്ട് ഓഫ് ഓൾ ദി വെർട്ടീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുമ്പത്തെ നമ്മൾ എടുക്കാത്ത 2 എഡ്ജ് ഉണ്ട്. ഏതൊക്കെയാണ്? 6 ഉണ്ട്, 8 ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏതൊക്കെയാണ്? സിയിലേക്ക് വരുന്നത് ഏതൊക്കെയാണ്? 3 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. 3 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ മിനിമം എടുക്കണം. ഇതിൽ മിനിമം ആരാണ്? 3 ആണല്ലേ? അപ്പം അത് ഞാൻ വരയ്ക്കാം. അപ്പോൾ സിന്ന് 3 വരി ഡിയിലേക്കല്ലേ? ഇനി ഡി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഏതൊക്കെയുണ്ട്? ഇവിടുന്ന് ഒരു 2 ഉണ്ട്, ഇവിടുന്ന് ഒരു 2 ഉണ്ട്. അപ്പം ഏതൊക്കെയുണ്ട്? 6, 8, 4, 2, 2 അല്ലേ? അപ്പോൾ അതിന് എനിക്ക് ഏത് 2 വേണമെങ്കിലും എടുക്കാം, കാരണം സെയിം അല്ലേ? അപ്പം ഞാൻ ഈ 2 എടുത്തു. ഡി, 2, എഫ്. ഇനി എഫ് എടുക്കുമ്പോൾ അവിടെ ഏതൊക്കെയുണ്ട്? 5 ഉണ്ട്. എഫ് എടുക്കുമ്പോൾ അവിടെ 5 ഉണ്ടല്ലേ? ഈ 2 ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, 5 ഉള്ളൂ. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ഉള്ളത്? 6, 8, 4, 2, 5 ആണുള്ളത്. ഇതിൽ മിനിമം ഏതാണ്? 2 ആണല്ലേ? അപ്പോൾ ഇനി ഞാൻ 2 വരയ്ക്കുക. ഡിന്ന് ബിയിലേക്ക് എന്താണ്? 2. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടെർമിനേറ്റ് ദ പ്രോസസ് വൺസ് ഓൾ ദ വെർട്ടിസസ് ആർ ഇൻക്ലൂഡ്. വൺസ് ഇപ്പം നോക്കിക്കുക, എല്ലാ വെർട്ടക്സും വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മിനിമം സ്പാനിങ് ട്രീ. ഒന്നുമല്ല, ആദ്യം ഏതെങ്കിലും ഒരിടത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ താണ്ട ഈ എ, അപ്പോൾ 7 ആണ് അവിടെ, സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇയിലേക്ക് ഏതെങ്കിലും വെർട്ടക്സ് വരുന്നുണ്ടോ നോക്കാം. അതാണ്ടേ ഇതൊരു എഡ്ജ് ഉണ്ടല്ലേ, സോറി എഡ്ജാണേ. അപ്പോൾ ഇയിലേക്കുള്ളൊരു എഡ്ജ് നോക്കാം. അതാണ്ടേ ഈ ഒരു എഡ്ജ് ഇവിടെ വരുന്നുണ്ട്. എ എടുക്കുവാണെങ്കിൽ ഈ എയും അല്ല ഞാൻ ആദ്യം എടുത്തത്. എയിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? 3ഉം വരുന്നുണ്ട്, 6ഉം വരുന്നുണ്ട്. അപ്പോൾ 8, 3, 6ൽ ഏതാണോ മിനിമം അത് ഞാൻ എടുത്തു, 3 എടുത്തു. ഇനി അടുത്തത്, അപ്പം ഞാൻ എ സി എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്തു. അടുത്ത സി വരും. സി വരുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? 3 വരുന്നുണ്ട്, 4ഉം വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ആക്കാത്ത 2 പേരും അവിടെ വെറുതെ നിൽപ്പുണ്ടല്ലോ, 8ഉം 6ഉം. അതിനെയും കൂടെ നോക്കണം. എന്നിട്ട് അതിലേതാണോ മിനിമം അതെടുക്കുക. അടുത്ത എഡ്ജ് അവിടെ അടുത്ത വെർട്ടക്സ് അവിടെ ആഡ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഏതൊക്കെ എഡ്ജ് വരുന്നുണ്ടോ നോക്കുക. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ സ്റ്റെപ്പ് എപ്പം വരെ ചെയ്യണം? നമുക്ക് എല്ലാ വെർട്ടക്സും കിട്ടുന്നത് വരെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതായിരിക്കും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫ്. ഇനി ഇതിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും നോക്കിക്കേ. 7 + 3 + 3 + 2 + 2 = 70 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ് ആ 2 മെത്തേഡും പറഞ്ഞില്ല, ആ 2 മെത്തേഡ് വെച്ചിട്ട് ഈ 2 ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം കേട്ടോ. പ്രിംസും ക്രൂസ്കൽസും വെച്ചിട്ട്.